ഒരു ബൈറ്റിലേക്ക് പോകും. നമസ്കാരം ലാലേട്ടാ. എനിക്ക് ഈ പ്രോഗ്രാമിലൂടെ ചേട്ടനോട് ചോദിക്കാനുള്ളത്, ചേട്ടൻ ഒരുപാട് സിനിമകളിൽ ഹ്യൂമറിന് പ്രാധാന്യമുള്ള ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അഭിനയവും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ സീരിയസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഒഴിമുറി എന്ന സിനിമയിലെ ചേട്ടൻ്റെ പ്രകടനം. ഗംഭീര പ്രകടനമാണ്. ഞാൻ ചേട്ടൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഒരു ആക്ടർ എന്ന രീതിയിൽ ചേട്ടന് ഹ്യൂമർ ചെയ്യാനാണോ കൂടുതൽ സ്ട്രെയിൻ, അതോ ഈ സീരിയസ് റോൾ ചെയ്യാനാണോ കൂടുതൽ പ്രയാസം? അത് ഈ പ്രോഗ്രാമിലൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചെയ്യാൻ ബുദ്ധിമുട്ട് മറ്റേ ഹ്യൂമർ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ചെയ്ത 2 പടങ്ങൾ പറയുകയാണെങ്കിൽ ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന് പറഞ്ഞ പഠിപ്പിച്ചു, പിന്നെ ഇപ്പോൾ ശൃംഗാരവേലൻ എന്ന് പറഞ്ഞ പഠിപ്പിച്ചു. അതെന്ന് പറഞ്ഞാൽ കുറച്ച് കാർട്ടൂൺ സ്വഭാവമുള്ള കുറച്ച് എന്താ പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ വളരെ ഇളകി തകർത്തഭിനയിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരാൾക്ക് കണ്ടിട്ട് ഇയാളെന്തേ കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ചോദിച്ചാൽ അത് ഭയങ്കര കുഴപ്പവും. അപ്പൊ അതിന്റെ ഒരു ബ്രിമ്മിൽ നിന്നിട്ടുള്ളൊരു കളിയാണ്. അത് ഭയങ്കര അപകടകരമാണ്. ഈ ഒഴിമുറിയിലെ കഥാപാത്രം എന്നൊക്കെ പറയുന്നത് അത് ബുദ്ധിമുട്ട് തന്നെ, അതിൻ്റെ സെറ്റിലിറ്റിയും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് കണ്ണാടിയിൽ നോക്കി റെഡിയായി കുറച്ച് നേരം ഇരുന്നിരുന്ന് നമ്മൾ അതായിട്ട് അങ്ങോട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ അങ്ങനത്തെ പടങ്ങളിലൊക്കെ പോകുമ്പോൾ പിന്നെ തമാശ പറയൽ, ഉറക്കെ സംസാരിക്കണമെന്നുണ്ടാവില്ല. ഇപ്പോൾ ക്യാരവനിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ 2 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും 2 കാലും വെച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സാധാരണ ഇറങ്ങുന്ന പോലെ ചാടി ഇറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഗെറ്റപ്പൊക്കെ ആണെങ്കിൽ ആ പ്രായവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലാത്ത സമയങ്ങളിലും 100% അഭിനയിക്കുക എന്നുള്ളതല്ല, ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ അത് നമുക്കിങ്ങനെ ഈ ശൃംഗാരവേലനിലോ അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ഇൻ ഗോവയിലോ ക്യാരക്ടർ വെറുതെ ഇരിക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ അടിയിട്ടാണ്. ഭയങ്കര കുഴപ്പം. അപ്പോൾ അത് നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് നമ്മളെപ്പോലെ ഇങ്ങനെ നിന്നിട്ട് ക്യാമറ മുമ്പിൽ ചെന്നിട്ട് പെട്ടെന്നൊരു വേറൊരാളായിട്ട് ഒരു കുഴപ്പം പിടിച്ച ആളായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അത് നമുക്കും അറിയില്ല നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. കാരണം മനുഷ്യൻ ചെയ്യുന്ന പോലെ ഒരു കോപ്രായത്തിന് തൊട്ടിപ്പുറത്ത് നിന്നിട്ടുള്ള സ്ഥലത്ത് നിന്ന് വേണം അത് കളിക്കാൻ. സ്വന്തം ഒരു വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, എൻ്റെ ഞാനൊരു മറ്റു നടനെ കാണുന്ന പോലെയൊക്കെ തന്നെ നോക്കിയാലും അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് നാഷണൽ ജൂറി താങ്കൾക്ക് സ്പെഷ്യൽ മെൻഷൻ തന്നത്. ലാലിൻ്റെ കയ്യിൽ ആ സിനിമ ഭദ്രമായിരുന്നു. ഒരുപക്ഷെ ലാലിനെ അക്നോളജ് ചെയ്യാതെ, അടിവരയിടാതെ ഈ ഒരു അവാർഡ് നിർണയ പ്രക്രിയ പൂർത്തിയാക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലാലിൻ്റെ ഒരു അഭിജയകാംക്ഷയും വേണേൽ കൊണ്ടുവരാം. ലാൽജി, നമ്മൾ ഒരുമിച്ചാണ് ഡൽഹിയിൽ പോയി നാഷണൽ അവാർഡ് വാങ്ങിച്ചത്. നമ്മുടെ ഈ 2 ചിത്രങ്ങളും, അതായത് കേരളത്തിൽ ഈ ചിത്രങ്ങൾ അവാർഡിന് പോയതാണ്. ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മളെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമുക്ക് ഏറ്റവും പരമോന്നതമായ ആ ലെവലിൽ അവാർഡ് കിട്ടി. ഈ പ്രവണത നല്ലതാണോ എന്നുള്ളതാണ് അങ്ങയോടുള്ള എൻ്റെ ചോദ്യം. ഇനി ബ്രിട്ടാസായിട്ട് കുഴപ്പം തോണ്ടി ചിരണ്ടി എന്നൊന്നും പറയരുത്. കൽപ്പന ചോദിച്ചേക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്കൊന്നും അംഗീകാരം കിട്ടിയില്ല, അവിടെ പോകേണ്ട വന്നു. ഇതിപ്പോൾ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിലോ അല്ല ആസ്വാദനത്തിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു പ്രത്യേകിച്ച് സ്കെയിലൊന്നുമില്ല. ആളെന്ന് അവൻ്റെ അഭിനയം 2.5 ounce ഉണ്ട്, മറ്റേത് 3 ounce ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് കൊടുക്കാമെന്ന് പറയുന്ന ഒന്നുമില്ല, തോന്നലുകളല്ലേ. എന്നാലും വിലയിരുത്തുമ്പോൾ ഇതാണോ നന്നാകാൻ മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയിലുള്ളവർ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നാഷണൽ അവാർഡ് അവിടെ ഇരുന്നവരുടെ ജഡ്ജ്മെൻറ്റ് ശരിയല്ല. എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ലാലെവിടെ നിൽക്കണേ? ഇതെവിടെ നിൽക്കണേ? ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ നിന്നവരുടെ കൂടെ നിൽക്കാൻ എനിക്കിഷ്ടം. അതിനർത്ഥം സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിക്കായി തെറ്റുപറ്റിയെന്നല്ലേ ലാലെ എൻ്റെ മലയാള പരിഭാഷ? ഞാൻ ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനെ വീണ്ടും കൊണ്ടുവരും. ഇല്ല, എനിക്ക് അവിടെ ഒന്ന് കാണണം കേട്ടോ. അല്ല, ഇതൊക്കെ ഓരോ തോന്നലുകളാണ്. എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത്. സ്വാഭാവികം. ഇത് രണ്ടും 2 കമ്മിറ്റി. ആസ്വാദനത്തിന് തലമാണ്. ആ സമയത്ത് അവർക്ക് അന്ന് തോന്നിയ ആ മൂഡില്. പിന്നെ അന്ന് വൈഫായിട്ട് വഴക്കിട്ടിട്ട് വന്നിരുന്നാൽ പോലും നമ്മൾ ഒരു കാര്യം കാണുന്നത് വേറെ വിധത്തിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും. അങ്ങനെ പറ്റിപ്പോയതായിരിക്കും. ലാൽ അങ്ങനെ വളരെ ഷാർപ്പായിട്ടൊരു ജഡ്ജ്മെൻറ്റിന് തയ്യാറല്ല. അതായത് ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടേണ്ടിയിരുന്നതാണ്, സംസ്ഥാന അവാർഡ് നിർണയ സമിതി എന്നോട് അനീതി കാണിച്ചു, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരു വിഷമമുണ്ട്. വിഷമമുണ്ട്. പിന്നെ അത് ഞാൻ ഓരോരുത്തരുടെ ടേസ്റ്റ് എന്ന് പറയില്ലേ, എൻ്റെ ടേസ്റ്റിൽ എനിക്ക് അഭിപ്രായം പറയാമല്ലോ.
എനിക്ക് കിട്ടേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പരാതിയില്ല. പരാതിയില്ല. കാരണം അത് ബ്രിട്ടാസ് ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അവാർഡുകൾ നിർണ്ണയിക്കുന്നത് മനുഷ്യന്മാരാണ്. പിന്നെ അല്ലേ? പിന്നെ ഇതുപോലുള്ള ജീവിത മുഹൂർത്തങ്ങൾ എത്ര മനോഹരമായിട്ട് അതിൻ്റെ വികാര തീഷ്ണതയിൽ പകർത്തുന്ന ലാല്, അതേസമയം തന്നെ തൊട്ടപ്പുറത്ത് നല്ല വാണിജ്യ സിനിമകൾ തിമർത്താടും. ഒരു കുഴപ്പമില്ല. ആരോ പറഞ്ഞാൽ ഒരു ചളുപ്പും അവനില്ലാന്ന് പറഞ്ഞു. ചളിപ്പൊക്കെ ഉണ്ടോ? പിന്നെ അതൊക്കെ ഉണ്ടോ? അതിപ്പോ മറ്റു സിനിമയാണ്, ഏത് സിനിമയാണെങ്കിലും. ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ പടത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു മ്യൂസിയത്തിൽ, ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ. എന്താണ് സിറ്റുവേഷൻ എന്നും ആളുകൾക്ക് അറിയില്ലല്ലോ. അവിടെ എടുക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഞാനും ശ്വേതയും കൂടി നടന്ന് പാട്ട്, ഒരു തമിഴ് പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അന്ന് തമിഴ് പാട്ട് പ്ലേ ചെയ്തിരിക്കുന്നത് പടത്തിലൊരു റീ റെക്കോർഡിംഗ് മ്യൂസിക്കാണ് വായിച്ചിരിക്കുന്നത്. തമിഴ് പാട്ട് പ്ലേ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. ഞങ്ങളുടെ ചുറ്റിനും തലയിൽ വലിയ സൂര്യകാന്തി പൂവിൻ്റെ ഇലകൾ വെച്ചിട്ട്, പൂക്കൾ വെച്ചിട്ട് കുറേ കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് കുറേ മറ്റേ പേപ്പർ എറിയുന്നു. ഇത് കണ്ടു നിൽക്കുന്നവർക്ക്, അത് മാത്രം കാണുന്ന ഒരാൾ, അവിടെ നിന്ന് ഷൂട്ടിംഗ് കാണുന്നവർക്ക് ഏതൊരു തല്ലിപ്പൊളി പടം എന്തിനാണിത്? അവര് രണ്ട് അമ്മച്ചിയും അമ്മാവനും തമ്മിൽ ലവും, കുറെ കുട്ടികൾ പൂക്കളൊക്കെ എനിക്ക് എന്റെ മനസ്സിലറിയാം ഇവരൊക്കെ ചിന്തിക്കുന്നത് ഇതാണ്. അതറിഞ്ഞുകൊണ്ട് അഭിനയിക്കുമ്പോൾ ഒരു ചമ്മലുണ്ട്. പക്ഷെ ഇവരടുത്ത് മൈക്കെടുത്തിട്ട് അങ്ങനെയല്ല മോനെ, ഇത് നമ്മുടെ സിനിമയുടെ കഥ ഇങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ട് ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചമ്മും, ഭീകരമായിട്ട്. ആ ചമ്മൽ ശരിക്കും പറഞ്ഞാൽ പടത്തിൽ ആ സീനിൽ എൻ്റെ മുഖത്ത് കാണാം. പക്ഷെ അത് ഭയങ്കര പ്ലസ് ആയി. ആ സിറ്റുവേഷൻ ഒരു പക്ഷേ ഈ ഒരു മധ്യവയസ്കയിൽ സ്നേഹിക്കുന്ന ഒരു പുരുഷനുണ്ടാകുന്ന എല്ലാ ജാളിതയും, അതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്, ജാളിത. പക്ഷേ ഈ വാണിജ്യ സിനിമകളിൽ ലാല് തിമർത്താടുമ്പോൾ ലാലിന് യാതൊരു ജാളിതയില്ല. ലാലെന്നുള്ള കച്ചവടക്കാരൻ അവിടെ സടകുടഞ്ഞെഴുന്നേക്കും അഭിനയിക്കുമ്പോഴോ. ഈ പടത്തെ വിജയിപ്പിക്കാൻ എൻ്റെ എനർജി വേണം. അല്ല, എന്നിൽ അർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ദൗത്യം എന്താണ്, അത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അതിന് അഡ്വാൻസ് വാങ്ങിച്ച് അതിനകത്ത് അഭിനയിക്കാനായിട്ട്. പക്ഷേ സിനിമയുടെ എല്ലാ സങ്കേതങ്ങളിലൂടെയും ലാല് കടന്നു പോയത് കൊണ്ട് പൈസ ഇറക്കുന്നവന്റെ വിഷമം ഉൾപ്പെടെ എല്ലാം അറിയാം. തീർച്ചയായിട്ടും ആസ്വദിച്ച് ചെയ്ത രംഗമല്ലേ? ഭയങ്കരമായിട്ടും ചെയ്തു. ബ്രാൻഡ് മാറി അന്നേരം. അതേ ബ്രാൻഡ് തന്നെയായിരുന്നു. എത്ര കഴിച്ചിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ? ഇതൊക്കെ ഒരുപാട് പേരെ വഴിതെറ്റിങ് സാർ. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത, എനിക്ക് നുണ പറഞ്ഞ് ശീലമില്ല, അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയും. അല്ലെങ്കിൽ നിങ്ങളിതൊക്കെ കട്ട് ചെയ്ത് തോട്ടിക്കളാം. സത്യം പറഞ്ഞു. എന്തിനാ ഇപ്പം ഇത് നാളെ അഭിനയിക്കാൻ വരുന്നവർക്കൊക്കെ ഇത് അവർക്ക് അത് തോന്നലുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഞാൻ നുണ പറയില്ല. സത്യം പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? ലേവല് ബാക്കി വെച്ചു. ഞാനും സത്യം പറഞ്ഞില്ല, ലാല് സത്യവും പറഞ്ഞു. ജനത്തിനൊട്ടും പിടുത്തം കിട്ടിയില്ല എന്ന് നമ്മൾ രണ്ടുപേരും വിചാരിച്ചു. എല്ലാം പിടുത്തം കിട്ടുകയും ചെയ്തു. ഇതാണ് സിനിമ യഥാർത്ഥത്തിൽ. ഒരു ബൈറ്റിലേക്ക് ലാലേട്ടൻ നന്നായിട്ട് പാട്ട് പാടി തെളിയിച്ചു, നന്നായിട്ട് ലിറിക്സ് എഴുതി തെളിയിച്ചു. പിന്നെ ഇത്രയും നാൾ ചെയ്ത എല്ലാ ജോലികളും സിനിമയിലുള്ള, അതായത് ഡയറക്ഷൻ, എഴുതുന്നത്, ഡയലോഗ്സ്, സ്ക്രീൻ പ്ലേ എല്ലാം ലാലേട്ടൻ പതിവ് പോലെ തന്നെ ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ ഒരു പക്ഷേ അടുത്തൊരു പടത്തിൽ, ജീൻ്റെ പടമാണെന്ന് തന്നെ വെച്ചോ, ഹണി ബീക്ക് ശേഷം ഹണി ബീ 2-ൽ ലാലേട്ടൻ്റെ അടുത്ത് ജീൻ പറയാണ്, പപ്പ നമുക്ക് എന്തിനിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ, പപ്പ തന്നെ പാട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ത് ചെയ്യും? ചോദ്യം ചോദിക്കണം, ഇങ്ങനെ ചോദിക്കണം അല്ലേ? വെറുതെ ഇയാൾ ഞാനത് ഉത്തരം പറയും. ഈ ഉത്തരം കേൾക്കുമ്പോൾ ജീവനത് കൊള്ളാമല്ലോ എന്ന് തോന്നും. ഇയാൾ തന്നെ ഇയാളെ പണികളെ വേണ്ടി ഇറങ്ങി അവന്റെ സിനിമ മുഴുവൻ ഉത്തരവാദിത്തം എൻ്റെ തലേ വരും. ഞാൻ ചെയ്യും കേട്ടോ, ചെയ്യും. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഞാൻ ഈ പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് നിസ്സാര കാര്യമെന്നാ? അക്കർമ്മ പണി ഞാൻ ചെയ്തത് വലിയ സംഭവം കേട്ടോ. നിങ്ങൾ ഞാൻ ഭയങ്കര സംഭവം. അതാ ഞാൻ പറഞ്ഞു, എന്നിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങനൊരു കാര്യത്തിന് അത് കുറച്ച് പ്രാവശ്യം കേട്ട് എനിക്കത് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ജീൻ ഇതാ പപ്പ ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം പപ്പ നൽകിയ വാഗ്ദാനം നിറവേറ്റാൻ നല്ലൊരു പുത്രം ബാധ്യസ്ഥനാണ്. സംഗീത സംവിധായകൻ ലാൽ ഇതാ നമ്മുടെ സമൂഹത്തിൽ ഉരുത്തിരിയാൻ പോകുന്നു. അങ്ങനെ സിനിമയിൽ അദ്ദേഹം കൈവെക്കാത്ത ഒരു മേഖലയിൽ കൂടി ലാൽ കൈവെക്കാൻ പോകുന്നു.
യെസ്. അല്ല ഞാൻ ചെയ്യുന്നല്ല പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ ചെയ്യുന്നല്ലേ പറഞ്ഞേ. അതായത് എന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് ഒരാൾ ചോദിച്ചാൽ ഞാൻ ചെയ്യും. പല ആക്രമണങ്ങളും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ആക്രമണം ഞാനിപ്പോ ഈ ഹണിബിനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് സാർ. അതന്നെ ഞാൻ പറയണേ. അപ്പൊ അത് ഞാൻ എഴുതിയാലും ശരി, പലരെ കൊണ്ട് എഴുതിച്ചാൽ പപ്പ എഴുതിയാൽ കറക്റ്റ് ആവും. പപ്പ എഴുതിയ ഞാൻ നോക്കാടാൻ പറഞ്ഞു എഴുതി നോക്കാം. നമ്മുടെ എഴുതി അവസാനം ദീപക് വായിച്ചിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ 1-2 പേരെ കൊണ്ട് എഴുതിച്ചു. ദീപക് പറഞ്ഞു ഡയറക്റ്റ് ഇത് തന്നെയാണ് നല്ലത്, ഇതിൻ്റെ അടുത്തെങ്കിലും വരുന്നില്ല, അത് ശരിയായിക്കോട്ടെ എന്ന് അങ്ങനെ പാട്ട് വെച്ച് പാടിയിരുന്നു. അപ്പൊ അങ്ങനെ ജീവന് കടുത്ത വിശ്വാസം പപ്പയുടെ മുകളിൽ സിനിമയുടെ കാര്യത്തിൽ. അപ്പം പക്ഷേ പാട്ട് മ്യൂസിക് ഞാൻ പറയുന്ന പറയും. എന്താ കാരണം അറിയോ? പറയാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ നമ്മൾ എത്തിച്ചു പോകും. ഈ ഒരു മൊത്തത്തിലുള്ള ഇതിന് ചേരുവകളെല്ലാം കൂടിയിട്ട് ഈ അഭിനയം എല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കും കൊഞ്ഞാട്ടാവോ? ഈ ഇത്രയും എനർജി പോയി കഴിയുമ്പോഴേക്കും ആ കുഴഞ്ഞു പോകും. രാത്രി ആകുമ്പോഴല്ല, ഒരു ഷോട്ട് കഴിയുമ്പോൾ കുഴയും. എന്തിന് രാത്രിത്തൊക്കെ വെയിറ്റ് ചെയ്യുന്നത്? സ്റ്റാമിനൊക്കെ വളരെ കുറവല്ലേ, കുറഞ്ഞു വരികയാണ്. ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ അപ്പോഴേക്കും എവിടുന്ന് ഒരു ഊർജ്ജം വരും അല്ലേ? അത് ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായിട്ട് കണ്ടിട്ടുള്ളത് എൻ പിള്ള സാറാണ്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് വെക്കണമെങ്കിൽ പിടിച്ച് എഴുന്നേപ്പിച്ച് 2 പേരും കൊണ്ടൊന്ന് ഇങ്ങനെ നിർത്തി നിന്ന് പുള്ളിയൊക്കെ നിന്ന് സാറേ ഇപ്പോൾ ഡയലോഗ് പറഞ്ഞു കൊടുത്തു, ഓക്കെ എടുക്കാം റെഡി സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്യണം. ഫിലിമാണല്ലോ. ആ ഓടുന്നപ്പോൾ പുള്ളി ഇങ്ങനെ അത് ഭയങ്കര അത്ഭുതമാണ് സാർ. എന്നിട്ട് ഇറങ്ങി പോടാ തുടങ്ങിയാൽ കട്ട് എന്ന് പറയുമ്പോൾ ഓടിച്ചത് പിടിച്ചോളണം, പിടിച്ച് നേരെ കൊണ്ട്. അത് ഭയങ്കര, അത് പറഞ്ഞ പോലെ അതൊരു ആ ജോലിയുടെ ഒരു പ്രത്യേകത. അല്ല, ലാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി, ഒരു എന്താ പറയണ്ടേ, ഒരു ISI മാർക്ക് എന്ന് പറഞ്ഞ പോലെ ലാലിൻ്റെ മുകളിലൊരു ISI മാർക്ക് ഇട്ടിട്ടുണ്ട്. ലാല് ബുദ്ധിമുട്ടുള്ള സാധനമാണെങ്കിലും അത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഫലിപ്പിക്കും.